ഇതൊക്കെ ദേവസ്വം ബോർഡിൻ്റെ എഞ്ചിനീയർമാർ പണിതാണ്. ദൈവം ഇരിക്കുന്ന സ്ഥലത്തെ അത്ര മഹത്തരമായ ഒരു നിർമ്മിതി കൊണ്ടാണ് നമ്മൾ അലങ്കരിക്കേണ്ടത്. ഗവൺമെൻറ് ആശുപത്രി പോലെ താലൂക്ക് ആശുപത്രിയുടെ പോലും നിലവാരമില്ലാത്ത കുറേ സാധനങ്ങൾ പണിത് വെച്ചിരിക്കുകയാണ്. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച സന്തോഷ് ജോർജ് കുളങ്ങരയുടെ അനുഭവ സമ്പത്തും ലോകപരിചയവും എത്രത്തോളമുണ്ടെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഒക്കെ ലോകം മുഴുവൻ അത് കണ്ടതുമാണ്. ഇപ്പോഴിതാ ശബരിമലയിലെ നിർമ്മിതി എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് സന്തോഷ് ജോർജ് കുളങ്ങര പണ്ട് പങ്കുവച്ച ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. താൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ശബരിമല പോലെയൊരു സങ്കല്പം മറ്റൊരു രാജ്യത്തും ഇല്ലെന്നും ഒരു നിശ്ചിത കാലയളവിലേക്ക് ലോകത്തിലെ വിശ്വാസികളെ മുഴുവൻ എത്തിക്കാൻ സാധിക്കുന്നുണ്ടെന്നും സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നു. എന്നാൽ ശബരിമലയിലെ നിർമ്മിതി വളരെ മോശമാക്കി തീർത്തുവെന്നും ഇങ്ങനെയായിരുന്നില്ല ശബരിമലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരുന്നതെന്നും സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നു. വനത്തിനു നടുവിൽ വളരെ പരിശുദ്ധിയോടെ നിലകൊള്ളുന്ന ഒരു കാനന ക്ഷേത്രം, ആ കാനന ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നിർമ്മിതികളൊക്കെ വളരെ വൃത്തികെട്ട രീതിയിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളെയൊക്കെ പരിപാലിക്കുന്ന രീതിയിൽ വളരെ മോശം അവസ്ഥയിൽ നിർമ്മിച്ചു വച്ചിരിക്കുന്നു എന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങര വിമർശിച്ചിരിക്കുന്നത്. അയ്യപ്പൻ വനത്തിനുള്ളിൽ തപസ്സനുഷ്ഠിക്കാൻ പോയപ്പോൾ അദ്ദേഹം മനസ്സിൽ എന്താണ് കരുതിയിരുന്നത്, അതുപോലെയാണോ ഇപ്പോൾ ആ ക്ഷേത്രത്തിനു ചുറ്റും പണിതു വച്ചിരിക്കുന്നത് എന്നും സന്തോഷ് ജോർജ് കുളങ്ങര ചോദിക്കുന്നു. അങ്ങനെ അയ്യപ്പൻ വനത്തിൽ തപസ്സനുഷ്ഠിക്കാൻ പോയ ഒരു പ്രദേശത്തെ അത്രയേറെ പരിശുദ്ധമായ വീക്ഷണത്തോടെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടതെന്നും അദ്ദേഹം തൻ്റെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. കേരളത്തിലെ ഒരു ദേവാലയത്തെ എത്ര സൂക്ഷ്മമായി എത്ര കലാപരമായി നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. കാനനപാതകളെ പോലും വളരെ വൈകാരികമായി നിർമ്മിക്കാമായിരുന്നു. PWDയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പകരം കാനായി കുഞ്ഞിരാമനെ പോലെയോ ആർ ശങ്കറൊക്കെ പോലെയോ കേരളത്തിൻ്റെ പൈതൃകം അറിയാവുന്ന നല്ല ആർക്കിടെക്റ്റുകളെയൊക്കെ ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ അതൊന്നുമല്ല ചെയ്തതെന്നും സന്തോഷ് ജോർജ് കുളങ്ങര ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ ശബരിമലയിലെ നിർമ്മിതി ആ ക്ഷേത്രത്തിന് അനുയോജ്യമായ രീതിയിലല്ലെന്നും ഇതിലും മികച്ച രീതിയിൽ ആ ക്ഷേത്ര നിർമ്മിതിയെ മാറ്റിയെടുക്കാമായിരുന്നുവെന്നും സന്തോഷ് ജോർജ് കുളങ്ങര ആ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു. ശബരിമലയെപ്പറ്റി സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ ഓരോ കാര്യങ്ങളും 100% ശരിയാണെന്നും ബോധവും വിവരവുമുള്ളവൻ്റെ വാക്കുകളാണെന്നും എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങര ആഗ്രഹിക്കുന്ന വേണ്ടിയിരുന്നത് എന്ന് പറയുന്ന നിർമ്മിതികളിൽ നിന്നൊക്കെ മാറിയാണ് ശബരിമല ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഓരോ കെട്ടിടവും ഓരോ നിർമ്മിതിയും ഇപ്പോഴുള്ളത്. ശബരിമലയെ പുണ്യഭൂമി എന്ന ലേബലിൽ നിന്നും മാറ്റി വ്യാവസായികമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരിടമായി ഒരു ബിസിനസ് കേന്ദ്രമാക്കി മാറ്റുകയാണ് ഇടത് സർക്കാരെന്നും വിമർശനം വ്യാപകമായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ക്ഷേത്രത്തിന്റെ 18ാം പടിയുടെ വീതി കൂട്ടണമെന്ന പ്രസ്താവനകൾ കൂടി വാർത്തകളിൽ ഇടം പിടിക്കുന്ന സമയത്തുകൂടിയാണ് ശബരിമലയിലെ ക്ഷേത്ര നിർമ്മിതി എങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത് എന്നതിനെക്കുറിച്ച് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നത്. കൃത്യമായി എക്സ്പീരിയൻസ് ഉള്ള പോലീസുകാരെ ശബരിമലയിൽ ഡ്യൂട്ടിക്കിടാതെ നവകേരള സദസ്സിന് കൂടുതൽ പോലീസ് ഫോഴ്സിനെയും കൊണ്ടു നടക്കുന്ന ഇടതു സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയരുമ്പോൾ കൂടിയാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്.